ഹായ് അമ്പു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എന്താ മഴ! ഈ പെരുമഴ എല്ലായിടത്തും തന്നെ ആയിരിക്കൂല്ലേ? ഭയങ്കര മഴ. ശരിക്കും പറഞ്ഞാ എന്താ പറയാ, ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയിട്ട് ഒരു സുഖമില്ല പാവം. ഒരു സുഖമില്ലാണ്ടായിരിക്കും തലയൊക്കെ നനച്ച് സുഖമായിട്ട് വന്നത്. അത് പിന്നെ എണ്ണ ചെയ്യുന്നതല്ലേ. സ്റ്റവ് കത്തിച്ചു പതിവ് പോലെ. ബേബി പൊട്ടോട്ടോസ്, ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് കണ്ടോ? ബേബി അതും മുട്ടയും കൂടി ഒരു കറിയാണ്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, മല്ലിയില, സബോള, തക്കാളി, കറിവേപ്പില, ഇത് കുരുമുളകും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയെല്ലാം കൂടിയിട്ട് കുറച്ച് അതായത് അതൊന്നും അധികം ഇട്ടിട്ടില്ല, അധികത്തിന്റെ ആവശ്യമില്ല. പിന്നെ മല്ലിമുളകും ഒന്ന് വറുത്ത് അരച്ചതാണ്, പൊടിയല്ല. പിന്നെ കുറച്ച് പെരുംജീരകം, ഒരു ചെറിയ കണ്ടില്ല ഏലക്കി, അത് കുറച്ച്, പിന്നെ ഉപ്പും മഞ്ഞളും അത്രയേ വേണ്ടൂ. അപ്പൊ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എക്കോ അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേൻ്റെ അടുത്ത്. ഈ ലോകത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞ ബന്ധനങ്ങളില്ലെങ്കിൽ നമ്മുടെ ആരുമില്ല. എല്ലാവർക്കും ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ബന്ധനങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാവണം. പക്ഷെ ഈ ബന്ധങ്ങൾക്ക് ദൈവം അറിയാത്തൊരു താക്കോല് നൽകിയിട്ടുണ്ട് അവനവന്റെ കയ്യിൽ തന്നെ. എല്ലാ ബന്ധങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു താക്കോല് ഓരോ മനുഷ്യന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു വാതിൽ തുറക്കണമെങ്കിൽ താക്കോലുണ്ട്. ബന്ധനം നിലനിൽക്കുക എന്ത് താക്കോലാണ് അല്ലേ? ഇടുന്ന പേരെ അമ്മ ആലോചിക്കും. പിന്നെ ഓരോ മനുഷ്യനും തന്നിട്ടുണ്ട്. ജനിക്കുമ്പോൾ തന്നെ തന്നിട്ടുണ്ട്. ഒരു താക്കോലും കൊണ്ടാണ് നമ്മളിങ്ങനെ തുറക്കുന്നത്. മനസ്സിലായില്ല? ആ നാക്കൊന്ന് പുറത്തിട്. നാക്കാണ് ഓരോ ബന്ധത്തിന്റെ താക്കോല്. ഏതൊരു ഹൃദയത്തിന്റെ പൂട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന താക്കോല്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു താക്കോല് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ, ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ബന്ധങ്ങൾ ചിലപ്പോൾ കൂട്ടിപ്പോവും. നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ ആ ബന്ധങ്ങൾ എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ താക്കോല് തുറക്കാം. മനസ്സിലായില്ലേ? ഇല്ല, പെട്ടെന്ന് എന്താ അറിയോ, സംസാരം എന്ന് പറയുന്നത് മനസ്സിന്റെ ശബ്ദമാണ്. ഇതില്ലാണ്ടാവുമ്പോൾ ബന്ധങ്ങളുടെ ആ ഒരു ഡീപ്നെസ് കുറഞ്ഞ് വരും. ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? കണ്ണകർന്നാൽ കൽപ്പകർന്നു. കണ്ണകർന്നു പോയാൽ കൽബും അകർന്നു പോവും. ഇപ്പൊ കുറേ വർഷം അമേരിക്കയിലോ ദുബായിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കുറേ വർഷം ഒരു സമ്പർക്കം ഇല്ലാണ്ട്, ഒരു ഫോൺ വിളി ഇല്ലാണ്ട്, നമ്മളെ കാണാൻ വരാണ്ട് ഒക്കെ ഒരു മനുഷ്യന്മാർ ഇരിക്കുകയാണെങ്കിൽ എത്ര വലിയ സ്നേഹബന്ധമാണെങ്കിലും മെല്ലെ അവരുടെ മനസ്സിന് നമ്മൾ മാറ്റി പോകും. അതാണ് പറയണത് കണ്ണകർന്ന കൽപ്പകർന്നു പോകും. മനസ്സിലായില്ലേ? അതൊരു പഴഞ്ചൊല്ലാണ്. അത് വെറും ചൊല്ലെന്നല്ല, ഭയങ്കര ഒരു ചൊല്ലാണ്. മനസ്സിലായില്ലേ? അതേപോലെ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കും, പ്രത്യേകിച്ച് അമ്മ ശ്രദ്ധിക്കും. സംസാരിക്കുമ്പോൾ അമ്മ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളതിലല്ല പ്രാധാന്യം, കേൾക്കുന്ന വ്യക്തി ഏതർത്ഥത്തിൽ അത് എടുത്തു എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ നെറ്റിയിൽ ഒരു ചമ്മനക്കുരി വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒരു തുണിക്കെട്ട് വെച്ചിട്ടില്ലേ, അതിന് താഴെ ഒരു മുടിയില്ലേ, അതിൻ്റെ ഉള്ളിലൊരു ബ്രെയിനില്ലേ, അതിന് 2 സെക്കൻഡ് സമയം കൊടുക്കണം. അല്ല, അമ്മക്ക് സഡനായിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് എൻ്റെ അടുത്ത്. അല്ല, പിന്നെ അതിന് അമ്മ കുത്തം പറയും. പിന്നെ അടുത്ത ചോദ്യം, ബന്ധങ്ങൾ മരിക്കുന്നത് എപ്പോഴാണ്? ഇതിനെങ്കിലും കറക്റ്റായിട്ട് പറയണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. സംസാരം നിലയ്ക്കുമ്പോൾ ബന്ധങ്ങളില്ലാണ്ടാവും. കാരണം എന്താ പറയുക, നമ്മൾ ഒരാളോട് ഇങ്ങനെ സംസാരിക്കും, അവരുടെ കഷ്ടങ്ങളും സുഖങ്ങളൊക്കെ നമ്മളോട് പറയുക, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ വളർന്നു വരും. ഒരു മിണ്ടായിട്ടില്ല, നീ നിന്റെ പാട്ടിൽ ഞാൻ എൻ്റെ പാട്ടിൽ എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ഒരു ആ ബന്ധങ്ങളിലെ
ഇന്ന് ആധുനിക കാലത്ത് ഡോക്ടർമാർ വിളിക്കുന്ന ഒരു പേരുണ്ട് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്ക മരണം സംഭവിക്കുക അല്ലെങ്കിൽ ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ പോലെയൊക്കെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉണർവും ഉണ്ടാവില്ല, പക്ഷേ ജീവൻ അവിടെ ഉണ്ടാവും. ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടാവും, പക്ഷെ ബന്ധത്തിന് ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ ബന്ധങ്ങൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായില്ലേ? ഇത്രയൊക്കെ അറിയണ എന്നെയാണ് അമ്മ മണ്ടെന്ന് വിളിക്കുന്നത്. അത് ഇത്രയൊക്കെ കിട്ടും. കാരണം എന്താ അറിയോ, കായലിലെ വെള്ളത്തിന് കായലിൻ്റെ, കടലിലെ വെള്ളത്തിന് കടലിൻ്റെ ഉണ്ടാവും. അമ്മ കായലാണോ കടലാണോ കിണറാണോ അമ്മ തീരുമാനിച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ ഗുണം എനിക്കുണ്ടാവുള്ളൂ. എടാ, ഈ കായലിലെ വെള്ളമൊക്കെ തന്നെ കടലിലെത്തുക. പക്ഷെ കായലായി കിടക്കുമ്പോൾ കായലിൻ്റെ വെള്ളം എന്നല്ല പറയാം, കടലിലെ വെള്ളം എന്നാരും പറയില്ലല്ലോ. അപ്പൊ അമ്മ കടലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിവിന്റെ സാഗരാവും, അല്ലെങ്കിൽ ഞാൻ വെറും വട്ടക്കിണറ്റാവും. കിണറ് ഞാൻ ഈ ഇടയ്ക്ക് പാലക്കാട് പോയപ്പോ കെൻറ്റ് എന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഇനിയൊരു ചോദ്യം കൂടി ചോദിക്കും, അതിന് കൃത്യമായിട്ട് അമ്മ മറുപടി പറഞ്ഞിരിക്കണം. പറഞ്ഞേ പറ്റൂ. ഇത് അമ്മക്കൊക്കെ പറയാൻ പറ്റിയൊരു കാര്യമാണ്. പറഞ്ഞില്ലെങ്കിൽ എന്നാ ഭീഷണിയോ? അങ്ങനെ നേരത്തെ ആ ശബ്ദമല്ലല്ലോ വന്ന് പറഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യമാണല്ലോ വന്നത്. ഇപ്പോ പിരിക് നന്നാക്കണമെങ്കിൽ പിരിക് പ്ലക്ക് ചെയ്ത് ഷേപ്പ് വരുത്തണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം. മുഖത്തിന് നല്ല ഭംഗി വരുത്തണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം. മുടി നന്നാക്കണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം. അങ്ങനെ എല്ലാത്തിനും ബ്യൂട്ടി പാർലറിൽ പോകണില്ലേ? ലോകത്ത് ദ ഗ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്നറിയപ്പെടുന്ന ഗ്രേറ്റസ്റ്റ് ബ്യൂട്ടി പാർലർ ഏതാണ്? ദ ഗ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനേക്കാളും ഗ്രാൻഡ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലർ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉപമ പറഞ്ഞുതരാം കേട്ടോ, മനസ്സിലാവുമോ നോക്ക്. ഒരു ഉപമ ഞാൻ പറഞ്ഞുതരാം. അമ്മ ബ്യൂട്ടി പാർലറിൽ പോയാൽ അമ്മയുടെ ഈ പിരിക് ചിലപ്പോൾ ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് മുഖത്തിന് ഒരു നിറം വരുത്താൻ പറ്റും. പക്ഷേ ഇന്ന് ഒരു രൂപം പകുതിയുള്ള ഈ മൂക്കിനൊരു മൂക്കാക്കി മാറ്റാനും, കവിളിനെ കവിളാക്കി മാറ്റാനും, കൈയിനെ കൈയാക്കി മാറ്റാനും, ചുണ്ടിനെ ചുണ്ടാക്കി മാറ്റാനും ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിന് ജനങ്ങൾ ഗ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്ന് ലോകത്തുള്ള വിളിക്കും. എന്റെ അമ്മയായിരിക്കും നിന്റെയൊക്കെ മൂക്കും ഇതൊക്കെ ശരിയാക്കുക. എന്താറിയോ, ചെറിയ കുട്ടികളില്ലേ, നീ എന്നെ അങ്ങനെ പൊട്ടിയൊക്കെയൊന്നും നോക്കണ്ട. എന്താ അറിയോ, നീ പറഞ്ഞത് ഗ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്നല്ലേ, അതായത് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. എന്താ അറിയോ, നമ്മള് ജനിച്ചു കഴിഞ്ഞപ്പോ പ്രസവം കഴിഞ്ഞപ്പോ നമ്മളൊക്കെ റെസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ അമ്മ ബ്യൂട്ടി പാർലർ എന്ന് പറയായിരുന്നു. പക്ഷെ ആ സമയത്ത് ചെറിയ കുട്ടികളായിരിക്കുമ്പോ ആ കുട്ടികൾ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ എന്റെ അമ്മയൊക്കെ ഈ അമ്മ ചെറിയമ്മ, അമ്മമാരെന്ന് പറഞ്ഞാൽ ചെറിയമ്മയൊക്കെ ആവാലോ, അവരെല്ലാം ഈ മൂക്ക് ഇങ്ങനെ പിടിക്കുക, പിന്നെ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കവിളിന്റെ അവിടെയൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ എന്നെ തോന്നുന്നുണ്ട് ചെറിയ കുട്ടികളല്ലേ കൈയും കാലിലൊക്കെ നീളം വെക്കാൻ വേണ്ടി എണ്ണ തേച്ച് ഒഴിഞ്ഞിങ്ങനെ പിടിക്കുക, പിന്നെ ഈ പിരികത്തിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് കുളിപ്പിക്കാറ്. എന്താ പറഞ്ഞാൽ അപ്പൊ അവർ പറയുന്നത് എന്താ പറയുക, ഇതെന്തിനാ അങ്ങനെയൊക്കെ ഷേവ് ചെയ്യുമ്പോൾ പറയും അതൊക്കെ ഷേപ്പ് വരുത്താനാണ്. അതേപോലെ പിരികത്തിന് ഒരു ഷേപ്പ് വരുത്തുക, അതൊക്കെ ചെയ്യും അമ്മമാര്. അപ്പൊ ഈ അമ്മയുടെ അമ്മയാണ് അത് മിക്കവാറും ചെയ്യാം. അമ്മയോ ചെറിയമ്മ ആരോ അവരൊക്കെ നമ്മുടെ സ്ഥലമല്ലേ. അമ്മ, അച്ഛമ്മ ആരായാലും അതാണ് ഗ്രാൻഡ് മദർ ബ്യൂട്ടി പാർലർ. ലോകത്ത് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ വേറെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അവര് ഇല്ലാത്ത എന്താ പറയാ, മുട്ട മൂക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മൂക്കിനെയും കൂടി നല്ല മൂക്കാക്കി അവർ ഷേപ്പാക്കിയാൽ മാത്രമാണ് നമ്മുടെയൊക്കെ മൂക്ക് ഇങ്ങനെ ആവുള്ളൂ. മനസ്സിലായില്ലേ? അന്ന് അവരവരുടെയൊക്കെ 2 കാലുകളാണ് ഈ പറയുന്ന ബ്യൂട്ടി പാർലറിലെ കശാല. അതിന്റെ മുകളിൽ നമ്മുടെ കടത്തും എണ്ണ തേച്ചിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെ കടത്തി കുറേ നേരം. പിന്നെ എത്ര കുട്ടിയോട് ജനിക്കുന്നതാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ ചെയ്ത് മൂക്കൊക്കെ ഇങ്ങനെ ഒഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ മൂക്ക് ഇങ്ങനെ ഒഴിയുന്നത്, എന്താ കണ്ണിന്റെ അവിടെ ഇങ്ങനെ ഒഴിയുന്നത് ഒക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു തരും. മൂക്കിനെ പോലെ നല്ല ഷേപ്പായിട്ട് വരണേ. ചില കുട്ടികൾക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും, അതിനൊക്കെ ഒഴിഞ്ഞ് ശരിയാക്കണം. അപ്പൊ അമ്മയ്ക്കൊരു കാര്യം പിടി കിട്ടിയോ? ദ ഗ്രാൻഡ് ബ്യൂട്ടി പാർലർ പറഞ്ഞ എന്താന്നുള്ളത് ഇപ്പൊ പറയാം. എനിക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധിയില്ലേ? രാക്ഷസനാക്കണ്ട അമ്മ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു രാക്ഷസനാക്കണ്ട. പക്ഷെ രാക്ഷസനാക്കുമ്പോ അവിടെ ഒരു കാര്യം ഞാൻ അമ്മയുടെ പറഞ്ഞുതരാം. അതിനൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. അമ്മ, രാവണൻ അസുര രാജാവായിരുന്നു, ഭയങ്കര വലിയ അസുരനായിരുന്നു, 10 തലയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ശൂരവീര പരാക്രമയൊക്കെ ആയിരുന്നു. അപ്പൊ അസുര രാജാവ് തന്നെ വിളിച്ചിട്ടുള്ളൂ. ഏറ്റവും വലിയ ശിവഭക്തൻ, ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിവഭക്തനായിരുന്നു. എന്നാൽ പോലും അസുരൻ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അസുരനെ പോലും ഒരു ബ്രാഹ്മണനാക്കി മാറ്റിയ വ്യക്തി ആരാ? ശ്രീരാമചന്ദ്രനാണ്. എന്തുകൊണ്ടാ ചോദിക്കും? രാവണൻ മഹാപണ്ഡിതനാണ്.
രാവണ പോലൊരു പണ്ഡിതൻ മുമ്പ് ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കുമില്ല. അത്രയും ഒരു ജ്ഞാനിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, രാവണൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രാവണൻ്റെ സമീപത്ത് പോയി ആ പാദങ്ങൾ തൊട്ട് വന്നിച്ച് നമസ്കരിച്ച് ശിഷ്യത്വം ഏറ്റുവാങ്ങാൻ പറഞ്ഞു. അപ്പോൾ രാവണൻ മരിക്കുമ്പോൾ എന്ത് പറഞ്ഞറിയോ? അസുരനായ എന്നെ മരണസമയത്ത് ഒരു ബ്രാഹ്മണനാക്കി മാറ്റി. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മത്തിലൂടെയാണ് ബ്രാഹ്മണനാവുക. മനസ്സിലായില്ലേ? ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ അറിയോ? ഒരു മനുഷ്യനും ജന്മം കൊണ്ടാരും ബ്രാഹ്മണനാവണില്ല, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുക. അപ്പോൾ രാവണനോട് പറഞ്ഞു, എത്ര മഹാപുരുഷനാണ് നീ, ഒരു അസുരനായ എന്നെ എൻ്റെ ആ മരണസമയത്ത് നീ എന്നെ ഒരു ബ്രാഹ്മണ ഗുരുവാക്കി മാറ്റി. അപ്പോൾ നേരത്തെ എന്താണ് അമ്മ എന്നെ വിളിച്ച്? ബുദ്ധിശാലിയൊക്കെയാണ്. അതിൻ്റെ ഒപ്പം എന്താ പറഞ്ഞു? ബുദ്ധി രാക്ഷസനാണ്. അതെ, അതിനുള്ള മറുപടിയാണ്. മനസ്സിലായില്ലേ? ഇനി അമ്മ എന്നെ ഓരോ കുറ്റം പറയുമ്പോഴും പല വട്ടം ആലോചിക്കും. കാരണം ഓരോന്ന് ഇവരെ പറയുമ്പോഴും ഇവൻ്റെ കയ്യിൽ ഓരോന്നിനും മറുപടി ഉണ്ടാവുന്ന ചിന്തിച്ചായിരിക്കും അമ്മ സംസാരിക്കുക. മനസ്സിലായില്ലേ? ആ ചമ്മിയ മുഖം അങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അയ്യോ, അതൊന്നൊന്നര രസം കേട്ടോ. പറഞ്ഞോ? എന്ത് രാക്ഷസൻ? രാക്ഷസൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ രാവണനാണെന്ന് വിചാരിച്ചോളാം. അത് ഞാൻ എന്തുദ്ദേശം പറഞ്ഞു നമുക്കറിയോ? രാവണന്റെ അമ്മയാണ് പറഞ്ഞത്. രാവണന്റെ അമ്മ എത്ര ബുദ്ധിശാലിയാണെന്നറിയോ? അതും മഹത്തായ ശിവഭക്തിയാണ്. മനസ്സിലായില്ലേ? രാവണന്റെ അമ്മയുടെ തപസ്സിന്റെ ഫലമാണ് രാവണനും വിഭീഷണനും കുംഭകർണനെ പോലെ മഹത്തായ മക്കളെ ജനിക്കുക. നമ്മുടെ തപസ്സിന്റെ പവർ ഇത്തിരി കുറഞ്ഞ വേണ്ടെന്ന് രണ്ട് മക്കളെ ജനിച്ചത്. അല്ലെങ്കിൽ ഒരു മകനും കൂടി ജനിക്കണ്ടായിരുന്നു. അസുര രാജാവായ രാവണൻ ഞാനിവിടെ ഉണ്ട്, വിഭീഷണൻ ദുബായിലുണ്ട്, കുംഭകർണൻ ജനിച്ചില്ല. മനസ്സിലായില്ലേ? അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തപസ്സിന്റെ പവർ ഇത്തിരി കുറഞ്ഞു പോയി. നിനക്ക് മനസ്സിലായല്ലോ? ഇപ്പൊ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് ഇത്തിരി പാചകം പഠിക്കാന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഉറുമ്പിന്റെ അത്രയെങ്കിലും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കറിവേപ്പില ഇട്ടു, സബോള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ടു. ഇതൊക്കെ ആരമ്മേൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞു? അല്ല, ഇതാ തക്കാളി. ഇതൊക്കെ നോക്കണം. ചില ദിവസം നീ പാചകം ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നാക്കാണ് എല്ലാത്തിനും താക്കോല്. മനസ്സിലായില്ലേ? അപ്പൊ നാക്കുകൾക്ക് മുറിവ് ഏൽപ്പിക്കുന്ന ആയുധമായി മാറും, അതുപോലെ തന്നെ ഉണക്കുന്ന ഔഷധമായി മാറുന്ന ഒരിക്കലും മറക്കരുത്. അപ്പൊ അമ്മ അങ്ങനെ നാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ രാക്ഷസൻ എന്നൊക്കെ പറയുമ്പോ അമ്മ ആലോചിക്കണം, ഈ പാവം കുട്ടിയുടെ മനസ്സൊന്ന് മുറിവേൽക്കുന്നുള്ളത്. പാവം കുട്ടിയോ? എന്റെ ഹൃദയത്തിന്റെ ഏതോ ഭാഗത്തെ ആഴത്തിൽ മുറിവേറ്റുണ്ട് നമ്മ പറഞ്ഞ വാക്കുകൾ. മനസ്സിലായില്ലേ? അത് ഞാൻ തന്നെ മഞ്ഞയൊരു പാവം കുട്ടിയുള്ളത്. കുറെ ദിവസമായല്ലോ അമ്മ നമ്മുടെ കഥാപ്രസംഗമൊക്കെ തുടങ്ങിയിട്ട്. കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഞാൻ അപ്പളെ പൊടിച്ച് വെക്കുന്നത്. അതായത് പൊടിച്ച് വെക്കുകയല്ല, ഓരോരോ കറിക്ക് വേണ്ടത് അപ്പളെ പൊടിച്ച്. പിന്നെ ലോകത്ത് ഒരു കുറ്റവും ചെയ്യാണ്ട് ഈ ചോദ്യത്തിനെല്ലാം അമ്മ മറുപടി അറിയോ? ഏത്? ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണ ചോദ്യത്തിന് ലോകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊക്കെ കൊണ്ട് ജയിലിൽ കൊണ്ടുപോയിടും. അത് ഉറപ്പാണല്ലോ, അത് ഉറപ്പാണല്ലോ അമ്മ. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ കോടാനുകോടി ജനങ്ങളെ ജയിലിൽ കൊണ്ടുപോയിരുന്ന ജയിലെത്തി. ഏതാ? പറയ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നത്? ആ ജയില് അല്ല, ഒരു കാര്യമുണ്ട്. അതെന്താ അറിയോ? തെറ്റ് ചെയ്യുന്നേക്കാളും മുമ്പ് കൊണ്ട് ജയിലിൽ കൊണ്ടുപോയിടുകയാണ്. കാരണം അതിന് പുറത്ത് വന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കില്ല. അപ്പൊ അതിനേക്കാളും മുമ്പ് ഒരു ശിക്ഷ കൊടുത്തിട്ട് ഭൂമിയിലേക്ക് വിടുകയാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ ആലോചിച്ചു, ഏത് കുട്ടിയാണ് ജനിച്ചോടാൻ ഒരു തെറ്റ് ചെയ്യാണ്ട് മരിച്ചു വരുന്നത്? അല്ല ഞാൻ പറയാ, ഏത് ഏത് മനുഷ്യ ജന്മമാണ് ജനിച്ചതിന് ശേഷം വളരെ ചുരുക്കം ആരെങ്കിലൊക്കെ ഉണ്ടാവും, അവരൊക്കെ ലെജൻസ് എവിടെയോ കിടക്കണോ, അവരെ പറ്റി ഞാൻ തൊട്ടുകൂടി നോക്കില്ല. ഞാൻ ചോദിക്കുകയാണ്, ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പരിശുദ്ധമായിട്ട് പുറത്തു വന്ന് പരിശുദ്ധ ആത്മാവായിട്ട് പോയവർ ആരായി ഭൂമിയിലുള്ളത്?
അപ്പം ജനിച്ചു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് 9 മാസമോ 10 മാസമോ അതിൻ്റെ ഉള്ളിൽ കൂട്ടിവെക്കുന്നത്. നേരത്തെ ശിക്ഷ കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് ഇടുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ കണ്ടുപിടിച്ചാണെങ്കിൽ എത്ര കിടക്കണം, എത്രയൊക്കെ അമ്മ കേൾക്കാൻ കിടക്കണം. നമുക്ക് ഈ പൊട്ടോട്ടോസ് ഇട്ട് കൊടുക്കും. ഇത് എന്നിട്ട് ഈ ഇതിലെന്നെ കുറച്ച് വേവട്ടെ. ലാസ്റ്റ് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിലൊന്ന് വേവട്ടെ. നമുക്ക് ഇതിനെല്ലാം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിരുന്ന് വേവട്ടെ കേട്ടോ. ഇത് മുട്ടക്കറിയാണോ അത് ഉരുളക്കിഴങ്ങ് കറിയാണോ അത്? അല്ല, മുട്ടയിട്ട് ഇടുന്നുണ്ട്. ആ, മുട്ട അല്ല, അതല്ല ചോദിച്ചതാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ മുട്ട വേവിച്ചപ്പോ വറുത്തെടുത്തൊക്കെ നീ കണ്ടില്ലേ? ആ ശരിയാണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. വേഗം വേവും. ഇന്നൊക്കെ ഒരിക്കലും നമ്മളത് വറുത്തതല്ലേ. അപ്പൊ ഞാനൊരു കഥ പറയട്ടെ. പറയണം. ചെറിയൊരു കഥയാണ്. ചെറുത് മതി. 10-15 മിനിറ്റ് ഇപ്പൊ തന്നെ ആയി. പിന്നെ ചെറിയ കഥ മതി. ഒരു കൂട്ട ഉറുമ്പുകൾ എവിടെ തട്ടിക്കട ഇവിടെ അല്ല. ഒരു കൂട്ട ഉറുമ്പുകൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പോണെന്ന് കണ്ടിട്ടില്ലേ? പിന്നെ കണ്ടിട്ട് നമ്മള് നോക്കിയിട്ടില്ലേ? നമ്മുടെ വീട്ടിലന്നെ നന്നാളും കൂടി ഇങ്ങനെ പോയാറില്ലേ? അങ്ങനെ വരിയായിട്ട് കുറെ ഉറുമ്പുകൾ പോയി. അങ്ങനെ ഒരു കൂട്ട ഉറുമ്പുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ദയനീയമായ ഒരു കരച്ചിൽ, അതായത് ഭയങ്കര വിഷമതയിലുള്ള ഒരു. അത് വേറൊന്നല്ല, ആ ഉറുമ്പ് കൂട്ടം പോയിട്ട് അമ്മേനെ കടിച്ചിട്ടുണ്ട്. അമ്മ ദയനീയമായി കരഞ്ഞിട്ടുണ്ടാവും. എവിടുന്നോ ഒരു കരച്ചിൽ കേട്ടു. ആർക്ക്? ഈ ഉറുമ്പ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു ഉറുമ്പ് കേട്ടു. അങ്ങനെ. ആ ഉറുമ്പ് കേട്ടു. ഉറുമ്പിനെയും വിട്ടില്ല. ആ ഉറുമ്പ് അത് കേട്ടു. കേട്ടപ്പോ ഉറുമ്പ് ഇങ്ങനെ കാതോർത്തു. ഞാനിഞ്ഞ ഉറുമ്പിനെ പിടിച്ച അതിന്റെ കാതുണ്ടോ നോക്കണം. എന്നോട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് മെല്ലെ ഈ കൂട്ടം തെറ്റി അവിടെ പോയി നോക്കിയപ്പോ ഒരു പുഴു, ഭയങ്കര വെയില്. അപ്പൊ ഒരു പാറയാണത്. അതിന്റെ മുകളിൽ ആ വെയിലും കൂടി ആവുമ്പോ അതിലവിടെ കിടക്കാൻ പറ്റുന്നില്ല പാവം. അത് പ്രാണഭയം കൊണ്ട് അതിനെ ഇതിങ്ങനെ പോവാനും പറ്റാത്തൊരു അവസ്ഥയിൽ പ്രാണവേദനയും കൊണ്ടായിരിക്കും. പ്രാണവേദനയും കൊണ്ട് കിടക്കുകയാണ്. അത് കണ്ടിട്ട് വന്നിട്ട് ഈ ഉറുമ്പിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് വേഗം ഈ കൂട്ടത്തേക്ക്. അപ്പൊ ഈ ഉറുമ്പ് കൂട്ടങ്ങൾ എപ്പോഴും അങ്ങനെ ഒരാളെങ്കിൽ മാറി പോകുമ്പോ അത് ഇങ്ങനെ ഒത്തൊരുമ കൂടുതലാണ്. അപ്പൊ അത് ഇങ്ങനെ മാറിപ്പോണ സമയത്ത് എവിടേക്കാ ഈ ചെറിയ ഉറുമ്പ് പോയത്? അത് കൂട്ടത്തിൽ ചെറുതുമാണല്ലോ. എവിടേക്കാ പോയതെന്ന് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഉറുമ്പ് വന്നിട്ട് പറയും, ഇങ്ങനെ ഒരു പുഴു അവിടെ ഇങ്ങനെ കിടന്ന് പ്രാണഭയം കൊണ്ട് അത് കരയാണ്. അതിന് നമുക്കൊന്ന് സഹായിക്കണം. സാധാരണ വിറ്റങ്ങളൊക്കെ കൂടി അതിനെ തിന്നുക ചെയ്യുക. നല്ല ഉറുമ്പാണല്ലോ സഹായിക്കാൻ നിൽക്കുന്നത്. കഥയില് ചോദ്യമില്ല, ചോദിക്കരുത്. കഥ പറയുമ്പോ ചോദിക്കരുത്. ഓക്കെ, പറയാറില്ലല്ലോ. അത് ശരിയാ. കരയണ്ട, പറഞ്ഞ. അപ്പൊ ഈ ഇവര് പറയും, നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനെ സഹായിക്കാൻ പോകാണ്. അതൊക്കെ അതിന്റെ പാട്ടിൽ അത് വേണ്ടേ രക്ഷപ്പെട്ടോളൂ, നമുക്ക് പോവാന്ന് പറയും. അപ്പൊ ഈ ചെറിയ ഉറുമ്പില്ല, അത് കൂട്ടാക്കില്ല. അത് പറയും, ഇല്ല, പറ്റില്ല, നിങ്ങൾക്കൊന്നും വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുമായിരുന്നു നിങ്ങളുടെ സഹായം. എനിക്കങ്ങനെ കണ്ടില്ലാന്ന് നടിച്ച് വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഉറുമ്പിന്റെ ഈ വാശി, ഈ വർത്തമാനം കേട്ടപ്പോ അവര് വലിയ ഉറുമ്പുകൾ വിചാരിക്കും, ഈ ചെറിയ ഉറുമ്പിന് ഇത്രയും പറയാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അപ്പൊ നമുക്ക് എന്നാ പോയി സഹായിക്കാമെന്ന് അവരെല്ലാവരും കൂടി ആ പുഴുവിനെടുത്തൊരു നേരിലേക്ക് മാറ്റും. ഒരു നല്ലൊരു നേരിലുള്ള സ്ഥലത്തേക്ക് മാറ്റി അവരുടെ വഴിക്ക് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉറുമ്പിന്റെ പുറ്റുണ്ടാവില്ലേ, അതൊരു ഭയങ്കരമായുള്ള മഴ വരുമ്പോൾ ആ പുറ്റൊക്കെ അങ്ങനെ വീട് അപ്പൊ നമ്മൾ പ്രളയൊക്കെ വരുമ്പോൾ വീടുകൾ നശിക്കണം, മനുഷ്യന്റെ അവസ്ഥ പോലെ തന്നെ ഉറുമ്പുകളുടെ അവസ്ഥ. അപ്പൊ ഈ ഉറുമ്പുകൾ അവിടെ കിടന്ന് ചിന്തിക്കുകയാണ്, നമ്മളിപ്പോ എവിടേക്കാ പോവുക? ഇത് മുഴുവൻ ഇങ്ങനെ മഴയിൽ ഒലിച്ചു പോയി കഴിയുമ്പോ നമുക്ക് ഓരോരുത്തരും ഓരോരോ ഭാഗത്തേക്ക് ചെതറി പോകും. ചിലർ ജീവനില്ലാണ്ടാവും, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഒഴുകി പോകും. നമുക്ക് എന്താ ചെയ്യാ, നമുക്കൊരു വീട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഭംഗിയുടെ പൂമ്പാറ്റ വന്നു വരും. പൂമ്പാറ്റ വന്നിട്ട് പറയും, എന്റെ ചുമരിൽ ഇരുന്നിട്ട് ഞാൻ ഇരിക്കൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു സുരക്ഷിതമായ താവളത്തിൽ എത്തിക്കാന്ന് പറയും. അപ്പൊ ഈ ഉറുമ്പുകളെല്ലാം കൂടിയിട്ട് പറയും, ഇത് ആരാണ്, ഞങ്ങൾക്കൊരു പരിചയമില്ല, എന്നിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായല്ലോ,
എന്താണ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. അപ്പൊ പറയും, അതെ ഞാനൊരു പുഴുവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടില്ലെന്ന് നടിച്ചു പോയതാണെങ്കിൽ ഇന്ന് എനിക്ക് ഈ പൂമ്പാറ്റയായി ഇവിടെ നിങ്ങളുടെ കടലിലേക്ക് കടന്നെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ ചെയ്ത ആ ഉപകാരത്തിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, ഇതിനൊന്നും ഒരു പ്രതിഫലം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്താലും ചെറിയ നന്മ പോലും ഒരു ദിവസം ഒരു പൂമ്പാറ്റ പോലെ വർണ്ണങ്ങളുള്ളതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടി നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ള പ്രതിഫലമായി നിങ്ങളെ തേടി വരും. നിങ്ങൾ വിചാരിച്ചോ എന്തോ ഇവനൊന്ന് ചെയ്തു, അതൊന്നും അവനും കണക്കൂട്ടില്ല ഞാനും കണക്കൂട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ചെറിയ ഉപകാരമായിരിക്കും ഒരു ദിവസം വലിയൊരു എന്താ പറയുക, ഒരു പൂമ്പാറ്റ പോലെ വർണ്ണമുള്ളതായിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ട് ഭവിക്കുക. അപ്പം ചെയ്യുന്ന ചെറുതായാലും വലുതായാലും ഉപകാരങ്ങൾക്ക് അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരാൾ കിടക്കുകയാണെങ്കിൽ 10-50 പേര് വീഡിയോ പിടിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒപ്പം എന്നിട്ട് ആ കടന്ന പെടയുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു ആൾക്കാരുടെ ഒരു ബുദ്ധി. അപ്പം ഈ ഉറുമ്പിനുള്ള ബുദ്ധിയെങ്കിലും മനുഷ്യനുണ്ടാവണം ഭാവിയിൽ. കാരണം ഒരാപത്ത് ഒരാൾ ചോരയിൽ മുങ്ങി കിടക്കുക അതൊന്നും ആഘോഷിക്കാനുള്ളതല്ല എന്നൊരു സൂചനയും കൂടി ഈ കഥയിലുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ വലിയതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തത് നമുക്ക് ഉപകാരപ്പെട്ടു പോയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം ഒരുപാട് വർണ്ണങ്ങളോടെ, ഈ പൂമ്പാറ്റ എന്ന് പറയുന്നത് ഒരുപാട് വർണ്ണങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേ വർണ്ണങ്ങളല്ലേ, ആ വർണ്ണങ്ങളോടെ നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നൽകിയിരിക്കും, തന്നിരിക്കും. നന്മ ചെയ്യുക, മനസ്സിൻ്റെ നന്മകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക. നന്മ എന്നുള്ളൊരു ഹൃദയത്തിൻ്റെ ഒരു കോലമുള്ള നന്മ എന്നുള്ളൊരു ഭാഗം അങ്ങനെ തന്നെ എന്നും ബാക്കി വെക്കണം. അത് മാത്രമേ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് ശാശ്വതം. അതിനൊരിക്കലും ഫലം കിട്ടില്ല എന്ന് വിചാരിക്കരുത്. അതിന് ഫലം കിട്ടാതെ പോവുകയില്ല. അപ്പോൾ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും, സ്നേഹമുള്ള മനസ്സുള്ളവർക്ക് ഇനിയും സ്നേഹമുള്ള മനസ്സുള്ള ആൾക്കാർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആ ഉറുമ്പുകൾക്ക് തോന്നിയ നല്ല ഉപകരണസ്പർദ്ധയായ ആ ഒരു എന്താ പൂമ്പാറ്റയ്ക്ക് തോന്നിയില്ലേ എന്നെ സഹായിച്ചവർ തിരിച്ച് സഹായിക്കണമെന്ന്. അതുപോലെ ജീവൻ ഇതായി കരയുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിന് തോന്നിയില്ലേ, അതുപോലെയുള്ള നന്മകളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും തോന്നിക്കൊണ്ടേയിരിക്കും. അത്രയും ചെറിയൊരു ഉറുമ്പിന് ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മനുഷ്യൻ ഇത്ര നല്ല ബുദ്ധി ബോധമൊക്കെ ഉള്ള മനുഷ്യനല്ലേ, ആ മനുഷ്യനും അതുപോലെയുള്ള നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ. നമ്മളിപ്പോൾ ഈ സെൽഫിയൊക്കെ എടുക്കാൻ, അത് സെൽഫി എടുത്ത് കുറേ വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ അങ്ങനെ ഇടുമല്ലോ. അത് ഇട്ടിട്ട് ഞാൻ സത്യത്തിൽ അങ്ങനത്തെ ഒന്നും കാണാനില്ല. എന്നാലും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുന്നതൊരു വിഷമല്ല. അതിനേക്കാളും നല്ലത് നമുക്ക് എന്താ അത് എങ്ങനെ എടുക്കാൻ തോന്നുക അല്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് വല്ലതും സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കുക അല്ലേ. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ കറി. അപ്പൊ അമ്മ പറയും ഇത് ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം ചോറിന്റെ ഒപ്പം കഴിക്കാം. അപ്പൊ ഓക്കെ, ഇതാണ് കറി. ഇതൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. ബേബി പൊട്ടോട്ടോസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വെറും ഇത് മാത്രമായിട്ട് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും കഴിക്കാൻ വേണ്ടിയില്ലേ ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇതിന്റെ ടേസ്റ്റ്, ഇതിന്റെ കൂടെ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഇത് മാത്രമൊന്നല്ല കേട്ടോ. അപ്പൊ വരണോ, ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കും ഇഷ്ടമാണ്. കാണാനും സൂപ്പറായി, കാണാനും സൂപ്പർ. അപ്പൊ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഓക്കെ, ബൈ. മല്ലിയിലൊക്കെ നമ്മുടെ മൂത്തായി.